നല്ലത് വരില്ല, നീ നോക്കിക്കോ, മനസ്സ് നൊന്താ ഞാൻ പറയണെന്നൊക്കെ പറയും. ഇതില് അതില് നമുക്ക് കേൾക്കോ? അച്ചട്ടാണോ ഇതൊക്കെ? ഇതില് പറഞ്ഞ കാര്യങ്ങളിൽ പ്രാക്കിന്റെ കാര്യമുണ്ട്. അപ്പൊ ഇതിലെന്താന്ന് വെച്ചാല് ഈ ശരിക്കും പ്രാക്ക് ഫലിക്കുമെന്ന് ചോദിച്ചാൽ ഫലിക്കും. ഫലിക്കും. പക്ഷെ അതിനൊരു കാര്യം കൂടെ നടക്കണം. നമ്മുടെ കേക്ക പ്രാകണം. ഇല്ല പ്രാഗീന്ന് ആരെങ്കിലും നമ്മളോട് പറയുകയും വേണം. ഈ കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ നീ നശിച്ചുപോകത്തുള്ളൂ എന്ന് പറയാൻ പാടില്ല. കാരണം അവരുടെ ബ്രെയിനിന് കൊടുക്കുന്ന കമാൻഡ് നശിച്ചു പോവുക. അങ്ങനെ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നശിച്ചു പോകും. പ്രാഗി എന്ന് അറിഞ്ഞാൽ പ്രശ്നമാണ്, ഇല്ലെങ്കിൽ എന്ത് പ്രശ്നം? ചിലതൊക്കെ ഫലിക്കും, ചിലതൊക്കെ ഫലിക്കാറില്ല. ഒരുപാട് പ്രാഗിയിട്ടുണ്ട്, ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ചിലത് ഫലിച്ചിട്ടുണ്ട്, ചിലത് ഫലിക്കാതിരുന്നിട്ടുണ്ട്. അതൊക്കെ ഒരു സാഹചര്യം അനുസരിച്ചായിരിക്കും. ഇപ്പം എല്ലാവരും ഈ ദുർവാസാവ് മഹർഷി, വസിഷ്ഠ മഹർഷി, പണ്ടത്തെ മഹർഷിമാരൊന്നുമല്ലല്ലോ ലഭിച്ച് ഭസ്മാക്കാൻ. ചിലതൊക്കെ മനസ്സ് നൊന്ത് നാമാര് കാണിച്ച മനസ്സ് നൊന്ത് കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് ചിലർക്ക് കിട്ടിയിട്ടുണ്ട്. പഴയ മഹർഷിമാർ ശപിക്കണ പോലെ കിടന്ന് ശപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലിക്കത്തില്ല. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ, വർഷങ്ങൾ കഴിഞ്ഞാൽ അത് ഫലിക്കാറുമുണ്ട്. ഇപ്പം എൻ്റെ മക്കൾക്ക്, നിൻ്റെ മക്കൾ ഇതുപോലെ നിൻ്റെ തലമുറ അങ്ങനെ നശിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ അവൻ വലിയ പ്രായമായതിനു ശേഷം വഴിവഴിച്ച് പോയി അങ്ങനെ നശിക്കുന്നവരുണ്ട്. അല്ല പെട്ടെന്നൊന്നും പ്രാക്ക് ഫലിക്കില്ല, അതങ്ങനെയാണ്. എന്നാലും ഫലിക്കും, ഉടനെ ഒരു രീതിയില്ല. പെട്ടെന്നൊന്നും ഫലിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്.